ഞാൻ ആദ്യമാണ് ഇങ്ങനെ ഒരു ഷോയിൽ. ഈ ഷോ അല്ലെങ്കിൽ ഈ ചാനൽ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എന്നോട് പലരും പറഞ്ഞു. ഞാനും അത് വിശ്വസിക്കുന്നു. ഭഗത് ഷോർട്ട് റെഡിയാണ്. ഐസ് ഓപ്പൺ റെഡി. ഇങ്ങനെ നടക്കുന്ന ആരാ? സത്യം സാർ. പെട്ടെന്ന് തിയേറ്ററിലില്ലേലും ഇവിടെ കളിക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ. പെണ്ണ് മുറം. സത്യം പറയണ നീയാണ് ആ പടം ചെയ്തത്. എന്നെ തേക്കണതല്ലേ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. കോമഡി സൂപ്പർ നൈറ്റിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ധന്യമായ വേദിയിൽ കോമഡിയുടെ ചിരിമഴ പെയ്യിക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജേട്ടൻ. ഹായ്, നമസ്കാരം. സുഖാണല്ലോ എല്ലാവർക്കും? സുബി സുഖാണ്? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. എല്ലാ ദിവസവും ഞാനാണ് ഗസ്റ്റ് ആരാ വരുന്നതെന്ന് പറയുന്നത്. ഇന്ന് അതിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ. സുരാജേട്ടൻ പറയണം. ഓക്കെ, എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനും ഇന്നത്തെ ഗസ്റ്റിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും. പക്ഷേ ദൈവം കറക്റ്റായിട്ട് ഒരു ദിവസത്തേക്ക് റൂട്ട് ചെയ്ത് തന്നു. അത് ഇന്നാണ്. നമുക്കെല്ലാവർക്കും, ഒരാൾ മാത്രമല്ല, അവരൊരു ഗ്രൂപ്പായിട്ടാണ് എത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതികാരം ചെയ്യാനായിട്ടാണ് അവരിന്ന് ഈ വേദിയിൽ എത്തുന്നത്. വെറും പ്രതികാരമല്ല, മഹേഷിന്റെ പ്രതികാരമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. മഹേഷിന്റെ പ്രതികാരവുമായി എത്തുകയാണ് നമ്മുടെ സ്വന്തം മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഡയറക്ടറും ആക്ടറും കൂടിയായ നമ്മുടെ സ്വന്തം ദിലീഷ് പോത്തൻ. പിന്നെ നമ്മളെല്ലാവരും, നിങ്ങൾ മാത്രമല്ല ഞങ്ങളും എല്ലാവരും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വരവ്. അത് കോമഡി സൂപ്പർ നൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിമിഷം തന്നെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാൻ ഫഹദ് ഫാസിൽ. बजने ते धड़क धड़क ढोल ताश धड़क धड़क भंडारा झिड़क झिड़क मल्हारी धड़क धड़क भड़क साली चटक मटक फटक साली दुश्मन की देखो जो फाट लावली. अरे बजने ते धड़क धड़क ढोल ताश धड़क धड़क भंडारा झिड़क झिड़क मल्हारी धड़क धड़क भड़क साली चटक मटक फटक साली दुश्मन की देखो जो फाट लावली. നമസ്കാരം കപ്പിത്താനെ ദിലീഷ് പോത്തൻ. ഇതാ നിൽക്കുകയാണ് എൻ്റെ മഹേഷ്. സുഖാണോ മഹേഷ്? അതെ. മഹേഷ് സുഖാണോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. ഞാൻ കണ്ടു, അതിഗംഭീരമായിരുന്നു. ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു, നേരിട്ട് ഒരു ഉമ്മയോടെ തരയാണ്. അത്ര നല്ല സിനിമയാണ്. അതായത് അതിൻ്റെ ആ തുടക്കം, ഫസ്റ്റ് ഷോട്ട് നിങ്ങൾ കാണിക്കുന്നതിൽ തന്നെ ഞാൻ പഴയ കാലഘട്ടത്തിലേക്ക് അങ്ങ് പോകും. ഞാനെന്നല്ല, എല്ലാ പ്രേക്ഷകരും. ആ ലൂണാർ ചെരുപ്പെടുത്തി ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു കുളക്കടവിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരച്ച് കഴുകി ഇങ്ങനെ ശബ്ദം കേൾപ്പിച്ചു പോകുന്ന ഒരു ശീലം മുമ്പ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ആ കാലഘട്ടം വ്യക്തമായി ആ സിനിമയിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്താണ് സിനിമയുടെ മറ്റു വിശേഷങ്ങൾ?
അതെ, നമ്മൾ ചെറിയ ഒരു സിനിമയാണ് ആഗ്രഹിച്ചത്. കുഴപ്പമില്ലാതെ വൃത്തിയായിട്ടൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിങ്ങനെ കത്തിപ്പടരുമെന്ന് കരുതിയില്ല. ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ചിരിച്ചാഘോഷിക്കുന്നു തിയേറ്ററിൽ. നമുക്കതിനനുസരിച്ച് സന്തോഷം. പറയും മഹേഷ്. ഞങ്ങള് കോമഡി സൂപ്പർ നൈറ്റിന്റെ പ്രേക്ഷകരെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എന്നാണ് ഫഹദ് ഇവിടെ എത്തുന്നത്, ഫഹദ് എത്തുന്നതെന്ന്. അല്ല, എത്താനൊരു കാരണം വേണമായിരുന്നു. അതാണ് മഹേഷിന്റെ പ്രതികാരം. അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് ഇവിടെ വരുന്നതിൽ കുറെ കൂടെ അർത്ഥമുണ്ട്. ആദ്യമായിട്ടാണ് ഒരാള് പ്രതികാരവും ചെയ്തിട്ട് നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ. അപ്പോൾ എന്തായാലും മഹേഷിന്റെ പ്രതികാരം ഇത്രയും ക്ലിക്കായതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകരൊക്കെ വിളിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? പ്രേക്ഷകരുടെ പ്രതികരണമാണ്, പ്രതികാരമല്ല നമുക്കറിയേണ്ടത്. അല്ല, ഇപ്പം എൻ്റെ ഒരു കരിയറിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സിനിമകൾ കാണാൻ തിയേറ്ററിൽ പോകുന്നത്. അപ്പം ഈ സിനിമ ഇതിൻ്റെ റിലീസിന് മുമ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പോത്തൻ എന്ന് വിളിക്കുന്ന ദിലീഷിനോട് പറഞ്ഞു, എനിക്ക് ഈ സിനിമയായിട്ട് ഓഡിയൻസിലേക്ക് ഡയറക്റ്റ് ചെല്ലണം. ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്ന പോലെ അല്ല, അതല്ലെങ്കിൽ ഒരു റിവ്യൂ എഴുതുന്ന പോലെ അല്ല. എനിക്ക് തിയേറ്ററിൽ പോയി ഓഡിയൻസിനോടൊപ്പം ഈ പടം കണ്ട് അവരുടെ ഫീഡ്ബാക്ക് എനിക്ക് കേൾക്കണം എന്നൊരു. എന്തുകൊണ്ട് നേരത്തെയൊക്കെ പോകാത്തത് തിയേറ്ററിൽ? നിങ്ങൾ തന്നെ, നമ്മളൊരു സിനിമ നടന്മാരല്ലേ, അപ്പൊ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ അതുകൊണ്ട് ജീവിക്കുന്ന ഏട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സിമ്പിൾ റീസൺ എനിക്ക് ഒറ്റ വരിയിലേ പറയാൻ പറ്റുള്ളൂ. എന്റെ ഏറ്റവും നല്ല സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. എന്റെ അപ്പൊ ഏറ്റവും നല്ലതിനെ പോകണം. നമ്മുടെ ഇതിനേക്കാൾ നല്ലൊരു സിനിമ ചെയ്തിട്ടേ ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുള്ളൂ. ഫാൻസ് അസോസിയേഷൻ ഒന്നും ഇല്ലാത്തൊരു നടനാണ് ഫഹദ് ഫാസിൽ അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു അസോസിയേഷനൊക്കെ രൂപീകരിക്കാൻ ആരും വന്നില്ലേ? അല്ല, എനിക്ക് 2-3 കാര്യങ്ങളുണ്ട്. മെയിൻ, പിള്ളേർ പഠിക്കട്ടെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവുന്ന ആ ഒരു ഇതാണ്. 20 വയസ്സ് തൊട്ടില്ലെങ്കിൽ ഒരു 30 വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാർ ആ കാലഘട്ടത്തിലാണ് അവർ അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നത്. എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അസോസിയേഷൻ അത് വേണ്ട. ഒരു സിനിമയ്ക്ക് ഒരു അസോസിയേഷൻ ഉണ്ടായാൽ മതി. ഒരു നടന് ഒരു അസോസിയേഷൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അത് ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് ചെയ്യട്ടെ. എനിക്കത് അത്ര ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല. അതാണ് എൻ്റെ കറക്റ്റ്. തീർച്ചയായിട്ടും വളരെ നല്ല മറുപടിയാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ശരിക്കും ആ ഒരൊറ്റ പേര് കൊണ്ടുണ്ടല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പൊ എന്തെല്ലാം കളിയാക്കൽ അനുഭവപ്പെടുന്നു. പക്ഷെ സിനിമ ആയിരിക്കുമ്പോൾ സിനിമ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ? പേര് മാറ്റിയതിനെ കുറിച്ച് വീട്ടിൽ എന്താണ് അഭിപ്രായം? പേര് അല്ല, 2-3 ആൾക്കാരെ പേര് മാറ്റിയുള്ളൂ. നമ്മളാരും പേര് മാറ്റിയിട്ടില്ല. നെച്ചു എന്നാണ് നസ്രിയെ വീട്ടിൽ വിളിക്കുന്നത്. എനിക്ക് കൂടുതലും നെച്ചു എന്ന് വിളിക്കാനാണ് ഇഷ്ടം. സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, പറയൂ സൗബിൻ. വരുന്ന സിനിമകളിലെല്ലാം താങ്കളുടെ സാന്നിധ്യം അസലായിട്ട് അറിയിച്ചിട്ടുള്ള ഒരു താരമാണ് ഈ നിൽക്കുന്നത്. ഇപ്പോഴത്തെ കോമഡി താരങ്ങളിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ കൂടിയാണ് സൗബിൻ. ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. അതെ, പ്രേമത്തിലെ PT മാഷ് ആർക്കും മറക്കാൻ പറ്റില്ല. അതെ, എല്ലാവർക്കും ഓരോ പണി പറഞ്ഞു കൊടുത്തേച്ച് അതിന്റെ പേരിൽ എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് കഴിക്കുക. അതെ, പണിയെടുക്കണല്ലോ ഭക്ഷണം. അതെ, നമ്മൾ ഐഡിയാസ് പറഞ്ഞു കൊടുത്തത്. അതെ, എല്ലാവരും കുളത്തിലാക്കുന്ന ഐഡിയാസ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. സൗബിനെ വെച്ച് നായകനായിട്ട് പടം വരുന്നു എന്നൊക്കെ കേട്ടല്ലോ. പറയണായിക്കോളൂ, കൊതിപ്പിക്കാൻ പറയണേ. അതെ, ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറയുന്നതായിരിക്കും. ദിലീഷ് പോത്തൻ സാൾട്ട് ആൻഡ് പെപ്പറിൽ നല്ലൊരു ഗംഭീര വേഷം ചെയ്തു, ഒരു സംവിധായകന്റെ വേഷം. പിന്നെ അതിനുശേഷം നമ്മുടെ മഞ്ജു വാര്യർ പടത്തിലുണ്ടായിരുന്നു റാണി പത്മിനിയില്, അത് ഞാൻ കണ്ടതാണ്. അതിലും വേറൊരു വ്യത്യസ്തമായിട്ടുള്ള വേഷം. ഇപ്പതാ ഇതില് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ ഇദ്ദേഹം തന്നെ ഒരു ഗംഭീര എപ്പിസോഡ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേക കയ്യടി. അത് തിയേറ്ററിൽ കിട്ടുന്ന കയ്യടിയേക്കാൾ വലിയ കയ്യടിയല്ലേ? അതെ, അതിനേക്കാൾ കുറവാണോ ഇത്? അല്ല, ഓക്കെയാണ്. തിയേറ്ററിൽ പൊളിച്ചടുക്കിയ സീക്വൻസിൽ ഒന്ന് ദിലീഷ് ഏട്ടൻ തന്നെ ചെയ്തതാണ്. അത് ആ സംഭവം ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അല്ല, ക്യാരക്ടർ എൽദോ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ്. അദ്ദേഹം ഇച്ചിരി നാട്ടിൽ കുറച്ച് പുതിയ സ്ഥലം വാങ്ങിച്ചിട്ട് അത് ഒരാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചിരിക്കാൻ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നന്നായിട്ട് ചിരിക്കണമെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരം തിയേറ്ററിൽ പോയി കാണുക. പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ആയിരിക്കും ആദ്യം വിളിക്കുന്നത്, ചേട്ടാ നിങ്ങൾ പറഞ്ഞ വളരെ സത്യമാണ് കേട്ടോ, നല്ല ഗംഭീരമായിട്ട് ചിരിച്ചു എന്ന് പറയും.
ഈ നായക സങ്കല്പത്തെ എല്ലാം പൊളിച്ചെഴുതിയ ആളാണ് നമ്മുടെ ഫഹദ് ഫാസിൽ. ആണോ? ഇല്ലേ? ആണോ? പ്രത്യേകിച്ച് മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നായക സങ്കല്പത്തെ സ്ത്രീകളാണ് കൂടുതൽ നായകന്മാരെ എങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ എല്ലാവരും സങ്കല്പത്തെ അങ്ങോട്ട് തട്ടിമറിച്ച് കളയുകയായിരുന്നു ഫഹദ് എന്ന് പറയുന്ന നായകൻ. സത്യം എന്താണെന്ന് വെച്ചാൽ പലരും ഇതൊക്കെ നായക സങ്കല്പം നമുക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമുക്ക് ഫുൾ നല്ല മുടി നല്ല ഇതായിട്ടൊക്കെ വരണം. ഇതൊന്നുമില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇത് എപ്പോഴെങ്കിലും താങ്കൾ ഇത് വിഗ് വെച്ച് അഭിനയിച്ചൂടെ? ഇല്ല, ഈ വേഷത്തിൽ കണ്ടാൽ മതി എന്നെ. ആ ഒരു തൻ്റെ ഇടം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മടിയായിട്ടാ. ഒന്ന് രാവിലെ വന്നിരുന്ന് വിഗൊക്കെ എടുത്ത് വെച്ച് അയ്യോ എന്തൊരു, എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പോലും സമയം വേസ്റ്റ് ചെയ്യാറില്ല ഞാൻ. എനിക്ക് ഷൂട്ടിന് എത്തിയാൽ ആവശ്യമില്ലല്ലോ, മേക്കപ്പ് മാറി നിൽക്കും. ഇത് നാച്ചുറൽ ഗ്ലാമറാ. ഇത് ഇങ്ങനെ അല്ല, അത് മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു ആക്ടറിന് മേക്കപ്പ് ഇല്ല. അതെ. അല്ല, ആക്ച്വലി എനിക്ക് മാത്രമേ മേക്കപ്പ് ഉള്ളൂ. എന്നെ ടോൺ ഡൗൺ ചെയ്തു, എന്നെ കുറച്ചുകൂടെ ബ്രൗൺ, മറ്റേ സാധാരണ തൊലിയുടെ കളറാക്കി ഭംഗി കുറയ്ക്കേണ്ടി വന്നു അതിനകത്ത്. അതെ. പിന്നെ എനിക്ക് നിങ്ങളുടെ ആ പടത്തിലെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു അസാധ്യ പ്രകടനം കാഴ്ചവെച്ച അലൻ സീറേട്ടൻ, അദ്ദേഹത്തിന് ഇതാ ഗംഭീര കൈയടി നമ്മുടെ കോമഡി സൂപ്പർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇപ്പൊ എല്ലാവരും ബേബി ചേട്ടൻ എന്നാക്കി. ബേബി. ആ പേരങ്ങോട്ട് കറക്റ്റ് കണക്റ്റഡ് ആവുന്നില്ല. അപ്പൊ ബേബി ചേട്ടൻ. അതെ, ബേബി ചേട്ടന്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. എന്തെങ്കിലും സംഭവിച്ചോ നീ ചോദിക്കുമ്പോഴത്തേക്കും? എന്റെ ഐഡിയ ആയതുകൊണ്ട് നിനക്ക് എന്താ എന്റെ ഐഡിയ നിന്റെ ഐഡിയ ആയിരുന്നു കാണിച്ചു അതൊക്കെ അതിന്റെ സിറ്റുവേഷൻ. പിന്നെ ഏറ്റവും നമ്മുടെ ഒരു മിമിക്രിയിൽ നിന്നും ഞാനിപ്പോൾ സിനിമയിൽ വന്ന ഒരാളാണ്, ഇപ്പോഴും മിമിക്രി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മിമിക്രിക്കാർക്ക് വേണ്ടി ഞാനൊരു പ്രത്യേക അഭിനന്ദനം താങ്കളെ അറിയിക്കുകയാണ്. നമ്മുടെ ജാഫർ ഇടുക്കി എന്ന് പറയുന്ന അതുല്യ പ്രതിഭയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു വേഷമായിരുന്നു കൊടുത്തത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇത്രയും കാലം ചെയ്തതിൽ നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. ജാഫർക്കാക്ക് പ്രത്യേക അഭിനന്ദനം. അതിന് നല്ലൊരു അവസരമുണ്ട്. എന്തുകൊണ്ടാണ് ജാഫർക്കയിലേക്ക് ആ പെണ്ണിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ നായികയുടെ അച്ഛനായിട്ടൊരു ക്യാരക്ടറിലേക്ക് പോകാൻ ഉള്ള? അല്ല, ജാഫ്രിക്കയുടെ ആദ്യം ഞാൻ ഒരു സീരിയലാണ്, എൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീരിയലിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടൈമിങ്, ഭയങ്കര നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആക്ടറായിട്ടാണ് എനിക്ക് ജാഫ്രിക്കാനെ തോന്നിയിട്ടുള്ളത്. പിന്നെ കയ്യൊപ്പ് പോലുള്ള സിനിമകളിലൊക്കെ അവിടെ ഇവിടെ മാത്രമേ അദ്ദേഹത്തിന് നല്ല അങ്ങനത്തെ സീരിയസ് വേഷങ്ങൾ കിട്ടിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഇടുക്കിനെ കുറിച്ചൊരു സിനിമ പറയാമെന്ന് തീരുമാനിച്ച മൊമെന്റിൽ ആരൊക്കെ ഉണ്ട് ഇടുക്കിയിൽ എന്ന് ആണല്ലോ ആദ്യത്തെ ചിന്ത. കറക്റ്റ്. അപ്പോൾ അവിടെ നിന്നുള്ള ഇടുക്കി എന്നുള്ള ഏറ്റവും വലിയൊരു പ്രതിഭ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തായാലും അദ്ദേഹത്തെ കൂട്ടാതെ ഒരു സിനിമ ഇടുക്കിയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങയുടെ മനസ്സിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് നമ്മൾ. ഒരു മിമിക്രി കുടുംബമായതുകൊണ്ട് തന്നെ. ഇനി പറയൂ മറ്റു വിശേഷങ്ങൾ. സൗബിൻ, എന്താണ് അതിലെ പാട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. അടി കൊടുത്തിട്ട് തന്നെ ആ പാട്ടൊന്ന് പാടിക്കേ. ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഈ പാട്ട് എന്താണെന്ന് മനസ്സിലാകും. അല്ലെങ്കിലും ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും. പാടിക്കോ സൗബിനെ. ജ്യൂസ് 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 കുമ്പട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്പട്ടിക്ക ജ്യൂസ്. മതിയാ? ഈ പാട്ട് എവിടുന്ന് കിട്ടി? ശ്യാം പുഷ്കരൻ, ശ്യാമിന്റെ വൈഫ് ഉണ്ണിമായ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ്. ആണോ? ഇതിന്റെ സിനിമയുടെ തന്നെ തിരക്കഥാകൃത്ത്. ചെറുപ്പത്തിൽ കൊച്ചിയിലൊക്കെ അങ്ങനെ പാടിയിരുന്ന പാടിയിരുന്നതാണ്. കുട്ടികളൊക്കെ ഒരു 10-15 ഭഗത് നന്നായിട്ട് പാടുന്ന ഒരു പാട്ടുകാരനാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ആരോ ദ്രോഹിക്കാൻ വേണ്ടി പറഞ്ഞു. സിനിമയിൽ പാടിയെന്ന് പറഞ്ഞല്ലോ. സിനിമയിൽ പാടി, പക്ഷെ ആ സീൻ പടത്തിലില്ല. എന്നാൽ അത്ര നന്നായി പാടിയതുകൊണ്ടാണ് ആ സീൻ എടുത്തത്. ഓക്കെ, എന്നാൽ അത് നമുക്ക് കാണണം, നമുക്ക് ആ പാട്ട് കേൾക്കണം. ഞാൻ തയ്യാറാണ് ആ സീൻ കാണിക്കാൻ. തിയേറ്ററിൽ ഇല്ലെങ്കിലും ഇവിടെ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ എഡിറ്റഡ് സീൻ എത്ര എണ്ണം ഉണ്ട്? ഒരു 3 സീനോളം സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല ഷൂട്ട് ചെയ്തതിൽ. ചെറിയ ചെറിയ സീനുകൾ. സ്ക്രിപ്റ്റിൽ അതിന്റെ പൊസിഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്പിൻ മഹേഷ് ചേട്ടൻ ലോലനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നൊരു സീനായിരുന്നു. മഹേഷ് ചേട്ടൻ ലോലനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷ് അല്പം ലോലനായിട്ട് റൊമാൻറ്റിക് ആയിട്ടൊന്ന് പാടി പോകുന്ന മൊമെന്റാണ്. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തിയേറ്ററിൽ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ കൊടുക്കാത്ത, അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ 3 സീൻ. ഡിലീറ്റഡ് സീൻസ് എടുത്തുണ്ടോ? ഡിലീറ്റഡ് സീൻസ് എടുത്തുണ്ടോ? ഉണ്ട്. അപ്പൊ ഡിലീറ്റഡ് സീൻ ഇനി പുള്ളിയുടെ ഒരു സീൻ ഷൂട്ട് ചെയ്ത്, അല്ല അങ്ങനെ ഒരു സീൻ എന്റെ ഷൂട്ട് ചെയ്തിട്ട് അതും കൂടി ഇടാൻ പറ്റും. അതെ. അപ്പൊ എന്തായാലും ഡിലീറ്റഡ് സീൻ നമുക്ക് കോമഡി സൂപ്പർ നൈറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞങ്ങൾ പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിക്കും. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ചാനൽ ചരിത്രത്തിൽ തന്നെ ഇതൊരു സംഭവമായിട്ട് മാറിയിരിക്കും, കോമഡി സൂപ്പർ നൈറ്റിലൂടെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ സീൻസ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് കാണാം. കാര്യങ്ങൾ ഇച്ചിരി കയ്യിൽ നിന്ന് ഇരിക്കുക. ഏയ്
ആ കഴിഞ്ഞ ദിവസം ആ കുട്ടി വീട്ടിൽ കയറി വന്ന് ആരൊക്കെ എടുത്തെടുത്തിട്ട് പോയിന്നാ മകേഷേട്ടൻ പറഞ്ഞ. ആ അവളെങ്ങനെ വഞ്ചിക്കുകയാണോ? പറ്റിക്കില്ലല്ലോ. നമ്മളൊന്ന് സൂക്ഷിക്കണം. മഹേഷേട്ടൻ ലോലാണേ അല്ലേ? ആ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. അടിപൊളി. ഇപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ. ഇനി എന്തായാലും ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമുക്ക് ലൈവായിട്ടും കൂടെ ആ പാട്ടൊന്ന് കേൾക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഓക്കെ, കേൾക്കട്ടെ? പഠിക്കോളൂ. വീട്ടിൽ വന്ന് ആരൊക്കെ എടുത്ത് കൊടുത്ത് പോയി എന്നാണ് മഹേഷേട്ടൻ പറഞ്ഞത്. നമ്മൾ വേണം സൂക്ഷിക്കാൻ. മഹേഷേട്ടൻ ലോലാണേ അല്ലേ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമാ നിന്നെ എൻ പുണ്യമേ. ഇത്ര നന്നായിട്ട് പാടിയിട്ട് ഞാൻ ആ സീനിലാണോ കളഞ്ഞത്? ഇത്ര നന്നായിട്ട് പാടിയിട്ട് സത്യം കേട്ടോ, ഇത് അസല് പാട്ട് കേട്ടോ. ആൾക്കാരുടെ ശ്രദ്ധ പാട്ടിലോട്ട് പോയെങ്കിൽ അവിടെ ശ്രദ്ധ വേറെ എടുത്ത് വേണം. അപ്പൊ ഇനി വരും സിനിമയിൽ ഫഹദിന്റെ പാട്ടും കൂടി നമുക്ക് അല്ലെ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് കൂടി കാണാനും കേൾക്കാനും ഒക്കെ പറ്റുമായിരിക്കും. ഓഡിയൻസിന് ഒരു പരിധി ഉണ്ടല്ലോ. സഹിക്കുന്നതിനൊക്കെ ഒരു അതെ 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 അതെ. ഭഗതിന്റെ അടുത്ത സിനിമ ആരാണ്? അൻവർ റഷീദ്. അൻവർ റഷീദ്. ഓക്കെ, നമ്മളെല്ലാവരും ഇതിനേക്കാൾ അപ്പുറം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതിന്റെ മേളിൽ നിൽക്കുന്ന സിനിമ എന്നല്ലേ പറഞ്ഞത്? ഫീമെയിൽ ആയതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ 22 ഫീമെയിലില് എന്ത് ധൈര്യത്തിലാണ് അല്ല സാധാരണ ഒരു പെണ്ണിന്റെ കക്ഷത്തിൽ കൊണ്ടുവന്ന് തലവെച്ചു കൊടുക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഓപ്പോസിറ്റ് റിമാക്ക് അല്ലെങ്കിൽ ആയതുകൊണ്ടാണ് അത് സമ്മതിച്ചത്. ഇനിയിപ്പോ സുബിയെങ്ങാനും ആയിരുന്നെങ്കിൽ ആ പ്രോജക്റ്റേ കമ്മിറ്റ് ചെയ്യില്ലായിരുന്നു. കാര്യം അടുത്ത് നിൽക്കാൻ പറ്റില്ല, ചന്ന പിന്നെ വെട്ടിക്കളയും. അല്ല, അന്ന് ആ പടം ചെയ്യുമ്പം ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേറൊരു രീതിയിൽ എനിക്ക് സ്ത്രീകൾ ഒരുപാട് ഇഷ്ടമാണെന്നും ഒരുപാട് ബഹുമാനമാണെന്നും അറിയിക്കാൻ വേറൊരു മാർഗ്ഗം എനിക്കില്ല. എനിക്ക് സിനിമയേ ഉള്ളൂ. അപ്പം അടിസ്ഥാനപരമായി ആ ഒരു തോട്ടിൽ ഒരുപാട് വിശ്വസിക്കുന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായത്. പിന്നെ ആഷിഖ് അബുവൊക്കെ അത്യാവശ്യം പണിയറിയാവുന്ന ആളാണ്. ആ സിനിമയിൽ വെച്ചിട്ടാണോ ദിലീഷ് പോത്തനുമായിട്ടുള്ള സൗഹൃദം തുടങ്ങിയത്? ദിലീഷിനെ ഞാൻ ആദ്യം പരിചയപ്പെട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഷൂട്ട് തുടങ്ങി ഫസ്റ്റ് ഡേ അതിന്റെ തന്നെ 22 ഫീമെയിൽ കോട്ടയം. അപ്പം ഞാനിങ്ങനെ ഷോട്ടിന് വേണ്ടി മാറിയിരിക്കുകയാണ്. അപ്പം ദിലീഷ് വന്നിട്ട് ദിലീഷിനെ മറ്റേ ഇത് കാണും, ബോർഡ് കാണും, മറ്റേ പാഡ് ഉണ്ടല്ലോ, എന്നിട്ട് ഭഗത് ഷോട്ട് റെഡിയാണ് എന്ന് പറഞ്ഞ് പോയി. അപ്പം ഭഗത് ഇമാനുവൽ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട്. അതെ. അപ്പം ഞാൻ ആഷിഖിനോട് എന്ന് പറഞ്ഞ് ഇയാൾക്ക് ഞാൻ വേറെ ആരോ എന്നാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്, എന്നെ ഭഗത് എന്നൊക്കെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആഷിഖ് പറഞ്ഞ് മച്ചാൻ അത് കുഴപ്പമില്ല, അത് ഫാരിയുടെയും ഫാവിയുടെയും ആളാന്ന് പറഞ്ഞു. തിരുവനന്തപുരം എന്നാ ശരിക്കും സ്ഥലം ഒന്ന് പറഞ്ഞു ഉടനെ. നമ്മുടെ കോട്ടയം കുറുപ്പന്തറ. കോട്ടയം കുറുപ്പന്തറയാണ്. അപ്പൊ അവിടെയൊക്കെ ഈ അങ്ങനെ അറിയാതെ ചിലപ്പം ഞാൻ കുറച്ച് സമയം എടുത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷാശുദ്ധിയുള്ള ആൾക്കാരുള്ള ഇതാട്ടോ അത്. അക്ഷര നഗരിയാണ് കോട്ടയം. ശരിയാണ്. പക്ഷെ എന്നെ ഉമ്മാരെ കൊന്നിട്ടാണ് ആ സിനിമയെ തന്നെ ഭാര്യ പറയുന്നുണ്ട്. എന്നിട്ട് ബാക്കി പറഞ്ഞില്ല. എന്നോട് ഈ കഥ ദിലീഷ് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 2 വർഷം മുമ്പാണ്. ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ നിർമ്മിച്ച യോബിന്റെ പുസ്തകം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിന് ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എറണാകുളത്ത് നിന്ന് പോവാണ് വാഗമണിലേക്ക്. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു തോട്ട് ഉണ്ട്, 10 മിനിറ്റ് മതി, വേണേൽ കാറിൽ ഇരുന്ന് സംസാരിക്കാം, ഇല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞു താൻ വീട്ടിലേക്ക് വാ, നമുക്ക് ചായ കുടിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചായ കുടിക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞ കഥയാണ്. ഞാൻ ആ കേട്ട നിമിഷം മുതൽ എക്സൈറ്റഡ് ആയി. ഒരുപാട് സിനിമകൾ വേണ്ടാന്ന് വെച്ച് ഒരുപാട് ആൾക്കാരെ പിണക്കി ഒക്കെ ചെയ്തൊരു സിനിമയാണ് അത്. ഒരുപാട് പിണക്കിയതിൽ വിഷമമുണ്ടോ? അല്ല, ഞാൻ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ തെറ്റില്ല എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനാണ് കുറെ കൂടെ സന്തോഷവും. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണോ പലർക്കും അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുക്കുന്നത്? ഓക്കെ, എന്തായാലും തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ലതാണെന്ന് ഇപ്പൊ തോന്നുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ മഹേഷിന്റെ പ്രതികാരം അത്രത്തോളം ഗംഭീര ഹിറ്റാണ്. ഇനി ഇതിലും ഹിറ്റായ ഒരു ഗംഭീര സിനിമയായിട്ട് ഇനിയും വരണം.
തീർച്ചയായും. അടുത്തതാണ് അൻവർ റഷീദിന്റെ പടം. നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ചേട്ടാ, ഒരു കാര്യം കൂടെ, അത് ചേട്ടനോടല്ല പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. ഇവിടെ മഹേഷിന്റെ പ്രതികാരം പ്രൊമോട്ട് ചെയ്യാനാണ് വന്ന് നിൽക്കുന്നതെങ്കിലും ആക്ഷൻ ഹീറോ ബിജുവിൽ ചേട്ടന്റെ പ്രകടനത്തിന് ഒരു ഗംഭീരം. താങ്ക് യു. രണ്ട് സീനിൽ തകർത്ത് കളഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു തിയേറ്ററിൽ പോവുക, കാണുക. ഒന്ന് ആലോചിക്കണം, ആക്ഷൻ ഹീറോ ബിജുവിന് വേണ്ടി പ്രൊമോഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാ ആ സിനിമയും മനസ്സിന് അങ്ങേറ്റം നല്ല സിനിമകൾ കാണണം ആൾക്കാർ. തീർച്ചയായിട്ടും നല്ല സിനിമകൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. മഹേഷ് അതില് ഫോട്ടോഗ്രാഫറാണ്. അതെ അതെ. നേരത്തെ ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടമാണോ? ക്യാമറ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ക്യാമറ കാണാന്നല്ലാതെ എനിക്ക് അങ്ങനെ ഒരു സെൽഫി എടുക്കാറിയ. സെൽഫി എടുക്കാറിയ. മഹേഷ് സെൽഫി എടുത്താൽ മഹേഷ് ബാബനെ സെൽഫി എടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചത്. നമുക്ക് എല്ലാവർക്കും കൂടെ സെൽഫി എടുക്കാം. ഓക്കെ. സെൽഫി എടുക്കാൻ എന്താ ചോദിക്കാത്തേന്ന് വിചാരിച്ചിരിക്കുന്നു. എല്ലാരും കിട്ടുന്നുണ്ടോ? ചേച്ചി ഇപ്പൊ എല്ലാരും എല്ലാരും ഉണ്ട്. ചിൻ ഡൗൺ, തുടങ്ങി. ഷോൾഡർ ഡൗൺ, ചിൻ അപ്പ്, ഒരു പൊടിക്കാം. ഐസ് ഓപ്പൺ, റെഡി. ഇത് തന്നെയാണ്. അതായത് മര്യാദക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞവരെയൊക്കെ പഴയ ഫോട്ടോഗ്രാഫർമാരില്ലേ, ചിൻ ഡൗൺ, കുറച്ച് ഐസ് ഓപ്പൺ എന്നൊക്കെ ചെയ്തിട്ട് അടുത്ത് അടിച്ചു വരുമ്പം ഇങ്ങനെ ഇരിക്കുന്ന രൂപമാണ്. നോക്ക്, ചിരിക്കുന്ന നോക്ക്. അത് തന്നെ നിങ്ങളെ തിരിച്ചറിയൽ കാർഡിന്റെക്കാളും കഷ്ടമാണ് മഹേഷിന്റെ ഫോട്ടോ. ഇതിന്റെ ഇടയിൽ സുബിയ ചേച്ചി എന്ന് വിളിച്ചു അല്ലേ? ശ്രദ്ധിച്ചാ? ഞാൻ ശ്രദ്ധിച്ചു. ഞാനത് ആരും കേട്ടിട്ടില്ലെന്ന് വിചാരിച്ചത് ധൈര്യത്തിന് നിൽക്കുമായിരുന്നു. ശരിക്കും അമ്മച്ചി എന്നല്ലേ വിളിക്കേണ്ടത്? ഇല്ല, കുട്ടീന്നാണ് ആദ്യം വിളിച്ചത്. കുട്ടിയെന്ന് വിളിച്ചോ മൈൻഡ് ചെയ്തില്ല. അത് തിരിഞ്ഞെടുക്കണായിരുന്നു. കുട്ടീന്ന് വിളിച്ചു, തിരിഞ്ഞപ്പോ ഞാൻ ചേച്ചി എന്നായതിനെ. അയ്യോ പാവം കേട്ടോ, നമ്മളെ കുട്ടിയാ. വളരെ വ്യത്യസ്തതയുള്ള പാട്ടുകളാണ് ആ സിനിമയിലുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ആ പഴയ കാലത്തേക്ക് നമ്മൾ അറിയാതെ കൂട്ടിക്കൊണ്ടുപോകും. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ ശില്പികളെ എല്ലാവരെയും തീർച്ചയായിട്ടും അത് റഫീഖ്. ഇപ്പോൾ ഇടുക്കി പാട്ടൊക്കെയാണ് റഫീഖ് അഹമ്മദിന്റെ വരികളാണ്. ഭയങ്കര കവിതയാണ്. ഒരു രക്ഷയില്ല. എഴുതി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. അത് എഴുതിയിട്ടാണ് ആ പാട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ ഭഗതിന്റെ പ്രണയ സോങ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലല്ലോ, അതെന്താ കാര്യം? അല്ല, അത് വിടാം. അത് ഭഗത് പാടിയാണോ? അതുകൊണ്ടല്ല. അതിൽ അപർണയില്ലേ, ജിംസി എന്ന് പറയുന്ന ക്യാരക്ടർ നായിക നല്ല രസമുണ്ട് കേട്ടോ. അവള് പാടിയ ഫേസ് കറക്റ്റ്. ആ സ്ഥലങ്ങളിൽ അങ്ങനെ ഉള്ള ഒരു കുട്ടിയെ കിട്ടും. അപർണയാണ് ആ പാട്ട് പാടിയേക്കണത് വിജയ് കൂടെ. നായിക തന്നെയാണ് ആ പാട്ട് പാടിയേക്കണത്. അത് ശരി. ഭയങ്കര അപർണ അടിപൊളി. അപർണയും വിജയ് കൂടെയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അല്ല, വിജയേട്ടനാണ് മ്യൂസിക് പരിപാടി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അത് ഈ സിനിമയ്ക്ക് ഭയങ്കര രീതി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിജയേട്ടൻ്റെ കാര്യമായിട്ട് ഇതിൻ്റെ കോസ്റ്റ്യൂം, സമീറ, അങ്ങനെ എനിക്ക് എല്ലാം പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. ആർട്ട് എല്ലാം ഒരുപാട് പേര്. നമ്മളിപ്പം ഇന്നലെ സംസാരിച്ചു. ക്യാമറ അതൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഷൈജു കാര്യത്തിൽ ശ്യാം പുഷ്കർ എന്നൊക്കെ ക്യാമറ ഷൈജു ഞെട്ടിച്ചു. ഷൈജു താങ്ക്സ് മച്ചാൻ. മൊത്തം ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യുന്ന സിനിമ സാധാരണ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ എൻജോയ് ചെയ്യാറില്ലേ? പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു. ഈ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഈ മഹേഷിന്റെ പ്രതികാരത്തിന്റെ സെറ്റിലുള്ള ഒരാള് മാറിയാൽ അവിടുത്തെ ആ പോസിറ്റീവ് എനർജിയിൽ അത്ര സപ്പോർട്ടീവും ഭയങ്കര എസ്പെഷ്യലി നമ്മുടെ ഈ ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ, ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. എന്റേത് അത് വെച്ചിട്ടാണോ ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്തത്? അതെ. അപ്പം അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദിലീഷിനെ ഒന്ന് ആലോചിച്ചു. ഈ ദിലീഷിനെ പൊക്കിയെടുത്ത് മൂന്നാമത്തെ നിലയിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എന്നെ ചോന്ന എല്ലാ ചേട്ടന്മാർക്കും നന്ദി. അസിസ്റ്റൻസ് പിള്ളേരല്ലേ? അസിസ്റ്റൻസും യൂണിറ്റ് ചേട്ടന്മാരൊക്കെ ഭയങ്കര അബ്സല്യൂട്ട് ടീം വർക്ക് ആയിരുന്നു പടം. അതിന്റെ ഒരു സന്തോഷം. പിന്നെ എടുത്തു പറയാൻ മറ്റൊരു സംഭവം കൂടിയുണ്ട്. നിങ്ങളുടെ പടത്തിലെ വില്ലൻ ആരായിരുന്നു? അത് സുജിത്ത് NSD എന്നൊക്കെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്നൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സുജിത്ത് ഇതിനു മുമ്പ് ഒരു സിനിമയിൽ സ്റ്റീവ് ലോപ്പസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റീവ് ലോപ്പസ് മെയിൻ വില്ലൻ സുജിത്താണ്. അദ്ദേഹം അതിൽ വന്നെങ്കിലും ഇതിലൂടെ
എല്ലാ പ്രേക്ഷകരും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അത് എടുത്തു പറയാൻ കുറച്ച് സീനേ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തിന്റെ വരവ് ഗംഭീരമായിട്ട്. നമുക്ക് ഭയങ്കര സ്ട്രെയിൻ എടുത്തിരുന്നു ആ കാസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മൾ കുറേ ആലോചിച്ചിരുന്നു ആ കാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനും ജിംസിയുടെ കാസ്റ്റിനും ഇത് രണ്ടുമുള്ള കുഴപ്പമെന്ന് വെച്ചാൽ വളരെ കുറച്ച് സീൻസ് സിനിമയിലുള്ളൂ. വളരെ ലേറ്റ് ആയിട്ട് വരും. പക്ഷെ ആ കുറച്ച് ടൈം കൊണ്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിക്കണം. അത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ മച്ചാനും ഇവർ രണ്ടുപേരും കൂടെ ഒരു 4 ദിവസം ആ ചെളിക്കകത്ത് കിടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടുക്കിക്കാരൊക്കെ ഞെട്ടിപ്പോയി. എന്താണ് 2 മനുഷ്യർ രാവിലെ തൊട്ട് കിടന്ന് ഇടി കൊണ്ട് കാലൊക്കെ നമ്മളെ പൈസയല്ലേ അങ്ങനെയൊക്കെ ചില ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഇടിയൊക്കെ ആയിരുന്നു. ഒരു ഓട്ടോയിൽ ചെന്ന് തലയിടിച്ചിട്ട് അപ്പത്തന്നെ മുളച്ചിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത് എനിക്കിവിടെ വേദനിക്കുന്നുണ്ട്, എന്റെ തലയാണോ ഇടിച്ചതെന്നുള്ളൊരു ഫീല് നമുക്കുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റണ്ടൊക്കെ ആയിരുന്നു. പണ്ടത്തെ ഡിസ്കും അങ്ങനെയുള്ള അതല്ലല്ല, കെട്ടിപ്പിടിച്ച് കിടന്നങ്ങ് പൂന്തി വിളയാടുക. എന്നാലും എല്ലാം കിട്ടിയത് ഒരു ഇടി മിസ് ആയിട്ടില്ല, എല്ലാം കിട്ടിയോ ശരിക്കും ഇടി? കാലൊക്കെ ആ പണി പാളിയിട്ട് ആരായിരുന്നു ഫൈറ്റ് മാസ്റ്റർ? രാജശേഖർ എന്ന് പറഞ്ഞ്. ഇതിനു മുമ്പ് ഞാൻ പുള്ളിയായിട്ട് ചാപ്പാകുരിശ്. അതാണ്. ഞാൻ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്റർ ഒന്നുമില്ല, അത് പറഞ്ഞു എന്ത് വേണേലും ചെയ്തു തന്നെ, ശാരീരികമായിട്ടുള്ള എന്ത് പരിക്കിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു മാസ്റ്ററോട് പറഞ്ഞു. മാസ്റ്റർ എടുത്ത് തലക്കിട്ടു. എന്തായാലും അത്രയും കഷ്ടതയും ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് പടം തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ എല്ലാവരും അതേ രീതിയിൽ തന്നെ നല്ല എൻജോയ് ചെയ്തിരുന്ന് കാണുന്നുണ്ട്. കയ്യടി, ചിരി എല്ലാം ഉണ്ട്. ക്ലൈമാക്സ് അത്യുഗ്രൻ. ഇനി വളരെ വ്യത്യസ്തതയുള്ള ഡീസന്റ് ആയിരുന്ന ഒരു റൗണ്ടാണ് സുരാജ് റൗണ്ട്. ദംഷറാട്സ് ഒക്കെ കളിച്ചിട്ടുണ്ടല്ലോ, ദംഷറാട്സ് അല്ലേ? അങ്ങനെ ആ സാധനത്തിന്റെ നവീകരിച്ച ഭാവം അതാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഇതില് വ്യക്തികളുടെ പേരോ അല്ലെങ്കിൽ സിനിമ പേരോ അതിലുണ്ടാവും. ആംഗ്യ ഭാഷയിൽ ഞാനാണ് എടുക്കുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കി തരിക. നിങ്ങൾ എല്ലാവരും ആ പേര് കാണാൻ പോവാണ്. ഞാൻ എടുക്കാം. ഞാൻ മാത്രം കണ്ടിട്ടില്ല. ഓക്കെ, ഓഡിയൻസ് കണ്ടു. ദേവി ഇത് വിളിച്ച് പറയരുത്. എന്നെ എനിക്ക് മനസ്സിലാക്കി തരുന്നത് ആള് ആംഗ്യ ഭാഷയിലൂടെ. ഓക്കെ ആണോ? പേര് നിങ്ങളൊക്കെ കണ്ടല്ലോ. ഓക്കെ, ഇത് ആദ്യം ദിലീഷ് പോത്തൻ ഒന്ന് കാണിക്കും. ഡയറക്ടർ ഇതെന്നെ മനസ്സിലാക്കി തരണം. ഇതെങ്ങനെ ഇതിനേക്കാൾ ഈസിയായിരുന്നു മഹേഷിന്റെ പ്രതികാരം ചെയ്യാൻ. മിമിക്സ് സ്പ്രേ, പിന്നെ ട്രെയിൻ. അതിന് ചുക്ക് ചുക്ക് ശബ്ദം ഉണ്ടാക്കരുത്, ഒന്നും ഉണ്ടാക്കരുത്. വന്നുപോയി. ഓക്കെ, ട്രെയിൻ. 2 വാക്കാണ്. സിനിമ പേരാണ്. 2 വാക്ക്, 2 അക്ഷരം. രണ്ടാമത് ട്രെയിൻ. പ്രിയമുള്ള കാപ്പി ചായ. കറക്റ്റാണോ? പിടിച്ചോ. 2 അക്ഷരം. ട്രെയിൻ ഉണ്ട്. നിങ്ങൾ 2 പേര്. പെണ്ണും ഫഹദും അണ്ണനും. 2 പേര്, ഒരാണും ഒരു പെണ്ണും. ഓക്കെ. ഓ, അതിനായിരുന്ന കുലുങ്ങരുത്, കൈ ആക്ഷൻ വേണ്ട. ട്രെയിനിൽ പൊക്കോണ്ടിരിക്കുന്നു. ഓക്കെ, അനൗൺസ്മെന്റ് വരുന്നു. ട്രെയിനിലെ അനൗൺസ്മെന്റ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അതല്ല, ഞാനിത് എങ്ങനെ പറഞ്ഞു പോയി എന്റെ അതിശയം. അടുത്ത് സൗബിൻ ഇങ്ങോട്ട് കയറിയെന്നുള്ളൂ. സൗബിൻ എടുത്തോ. സൗബിൻ മാത്രം കാണരുത്. ഓക്കെ, ഞാൻ നോക്കാൻ പാടില്ല. എല്ലാരും കാണിച്ചോളൂ. ആണോ? ഞാൻ കാണിച്ചു കൊടുത്താ പോരെ ഇവരെ? പറയരുത് കേട്ടോ, സ്വന്തമായിട്ട് മാത്രം കാണരുത്. ഇങ്ങോട്ട് കാണിക്കും. ഭഗതിനൊന്ന് കാണിച്ചു കൊടുക്ക്. ഓക്കെ, ഇനി ചെയ്തോ മച്ചാ. ഇതെന്താണെന്നുള്ള ഭഗത് കാണിച്ച് മനസ്സിലാക്കി തരും. ഒരു വാക്ക്, ഒറ്റ പേര്, അതിന്റെ പകുതി. 2 ഭാഗം. 2 ഭാഗം. വെട്ടൊന്ന്. അത് കാണിച്ചു കൊടുക്ക്. ഇത് കാണിക്കാൻ വേണ്ടിട്ടാ. എനിക്കിത് അറിയില്ലെന്നേ. പറഞ്ഞോ, ഞാൻ പറഞ്ഞ് സഹായിച്ചില്ല. തേങ്ങ വെട്ടി. ലാസ്റ്റ് മുറി. ഇങ്ങനെ നടക്കുന്ന ആരാ? സത്യം സാർ. മമ്മുക.
ആ ഇൻസ്പെക്ടർ ബൽറാം. ഉറക്കപ്പുറ താരാദാസ്. എന്താണ്? ആരാധത്ത് മറിഞ്ഞു. രണ്ടുപേര് പേര്. ട്വിൻസ് ആയിട്ട് അഭിനയിച്ച പടമാണ്. രണ്ട് പേര് ഞാൻ സഹായിക്കാം. ആ, ഒരെണ്ണം മുറിക്കണം. ആ, ഒരു പേര് പകുതിക്ക് മുറിക്കുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അല്ല, ഒരെണ്ണം മുറിക്കണം. ഒരു പേരിനെ രണ്ടായിട്ട് മുറിച്ചു. അതിന്റെ രണ്ടാമത്തെ വാദമാണ് പുള്ളി പറയുന്നത്. ബൽറാം വെച്ച് താരാദാസ്. അയ്യോ, അപ്പൊ എന്താണ്? വേഗം പറ. ഇത് എനിക്ക് പറച്ചിലായിട്ട് പറ. അല്ല 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 അതാണ് അഭിനയിച്ചു നേരത്തെ കാണിച്ചു. അല്ല, ഇതിന് കാണിക്കാൻ പറ്റൂല. അത് അല്ല പുള്ളിക്ക് എനിക്ക് മനസ്സിലാവില്ല. പേരറിയാത്തോണ്ടല്ലേ പടത്തിന്റെ. സൂപ്പർ പടമാണ്. ആണോ? ആ, അത് പറഞ്ഞാ പോലെയായിരുന്നു. അതെ, ശരി, നീ രാക്ഷസ രാജാവ് ഒന്ന് കാണിച്ചേ. ഞാനാ? ആ, സൗമ്യനൊന്ന് കാണിച്ചേ. മറ്റേ ശരി, ഇത് മനസ്സിലാക്കി കൊടുക്കണം. പകതെടു. ഞാൻ ഇത് നോക്കാൻ പാടില്ല. സൗബിന് കാണിച്ചു കൊടുക്കും. പടച്ചു. മുടി മുടി മുടിയില്ല. കഷണ്ടി വേൻ നര നര ആ നരസിംഹോ തലയിൽ 5-6 നരയുള്ളത് ഇങ്ങനെ ഒരു ഭാഗ്യമായിട്ട് വരുന്നത്. അത് കണ്ട് താടിയിൽ കാണിക്കണം. ഇതാര് കാണിക്കുന്നു? പകത് കാണിക്കുന്നു. സുരാജ് ചേട്ടൻ കാണിച്ചില്ലോ. സുരാജ് ചേട്ടൻ കാണിച്ചല്ലോ. ആദ്യത്തെ കാണിച്ചില്ല. സുരാജ് ചേട്ടൻ കാണിച്ചില്ല. കാണിച്ചില്ല. ഇത് പകുതി ചെയ്യണം. ഇത് വെട്ടുന്നു പര്യായമാണ് പര്യായം. കുതിരവണ്ടി, കാളവണ്ടി, തേര്, അരി പാറ്റുന്നു. ആ, അരി പേറ്റുന്നു, അരി, മുറം 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 ഗോതമ്പ്. മുറം മുറം രണ്ടാമത്തെ, ഒന്നാമത്തെ മുറത്തിന്റെ ഒരെണ്ണം മുറമാണ്. മുറ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഓക്കെ, അത് ആദ്യ ഭാഗത്ത് സുബി പെണ്ണ് പെണ്ണ് മുറം. സത്യം പറയണേ, നീയാണ് ആ പടം ചെയ്തത്. രണ്ട് വാക്ക്. മുറ ഒന്ന്, മുറ ഉറപ്പിച്ച്. പെണ്ണ് പെണ്ണ് മുറ. ഒരു പെണ്ണ് മുറം. കൃത്യമായിട്ട് കാണിക്കും സുരാജ് ചേട്ടാ. എന്നെ തേക്കണതല്ലേ? എന്നെ തേക്കണമെന്ന് വച്ചാ ഇത് തന്നെ. എന്നെ തേച്ചത് മുറ പെണ്ണ് വരയ്ക്ക്. അപ്പേ ഈ കളിക്ക് ഞാൻ ഇല്ല കേട്ടോ. ഇനി നമുക്ക് കുസൃതി ചോദ്യ റൗണ്ടിലേക്ക് കിടക്കാം. പക്ഷികളെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാമോ? അതേ അറിയാവോ? അറിയാം. സൗബിനെ നല്ല കിളി. കിളികളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമോ? നല്ല പരിചയമുണ്ട്. കാക്കേനെ കാണാറുണ്ട് കാക്കേനെയൊക്കെ കാണാറുണ്ട്. പരിന്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടക്ക്. ഉണ്ട്. അപ്പൊ കിളികളെ കുറിച്ചുള്ളൊരു ചോദ്യം. മുട്ടയിടാത്ത കിളി ഏതാണ്? ഓഡിയൻസ് പറയരുത് പ്ലീസ്. ആൺകിളി. ഏ? ആൺകിളി മുട്ട അങ്ങനെ പറയാൻ ആൺകിളി പറ്റത്തില്ല. മുട്ടയിടില്ല. എന്തേ? അല്ല, അങ്ങനെയല്ല. ഞാൻ കിളികളുടെ പേര് വെച്ചാ ചോദിക്കുന്നത്. അതൊരു കുസൃതി തരത്തിലൂടെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് ഇറങ്ങി ചെല്ലൂ. അതിന്റെ ഒരു കുസൃതി തരം ആലോചിക്കൂ. മുട്ടയിടാത്ത കിളി ഏതാണ്? 2 ദിവസം മുമ്പ് ഏതോ കുട്ടി പറഞ്ഞ് കേട്ടതാണ്, മറന്നുപോയി. ശ്രദ്ധിക്കണ്ടായിരുന്നു. കേട്ടു. ഇവിടെ കേൾക്കുന്ന സാധനം എഴുതിക്കൊണ്ട് വന്നിട്ടേ ഇവിടെ വെച്ചിട്ട് ഭയങ്കര ആധികാരികതയോടെ പറയുന്നത്. ആർക്കും പറയാല്ലേ? ആർക്കെങ്കിലും പറയാം. എനിക്കറിയത്തില്ല. നീയല്ലേ വലിയ പ്രാവിനെയൊക്കെ വലിയ ആളാണ്. പ്രാവിനെ പ്രാവ് മുട്ട ഇടുമല്ലോ. ഇത് മുട്ട ഇടാത്തതിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്.
മുട്ടയിടുന്ന വെച്ചാൽ പ്രസവിക്കുമോ? പ്രസവിക്കുന്ന കിളിയാണ്. മുട്ടയിടാത്ത മുട്ടയിടാത്ത കിളി ഏതാണ്? ഇത് കുസൃതിയാണല്ലേ? ആ കുസൃതിയാ. എന്തോ ഉടായിപ്പാണ് നമ്മളെ പടത്തിൽ കാണുന്ന കിളി, ബസ്സിലെ കിളി. പൊളിച്ച് ബസ്സിലെ കിളി. ഞങ്ങളുടെ ടീമാണ് കേട്ടോ, ഞങ്ങളുടെ ടീമാണ്. അതിന് പറ്റില്ല, സുരാജനെ സഹായിക്കാൻ പറ്റില്ല. ഞങ്ങൾ 4 ടീം ഒരു ടീം, ഞങ്ങൾ 4 പേര് ഒരു ടീം. കുറെ നാളായിട്ട് അല്ല, നിങ്ങൾ തോറ്റു എന്ന് പറയുകയാണെങ്കിൽ സുരാജന് പറയാൻ അവസരം. ഓക്കെ, ഇനി നേരത്തെ തോറ്റ. അല്ലെങ്കിൽ പറയാലേ കിളി എന്ന് പറയാം. ഓക്കേ. ഏറ്റവും കൂടുതൽ ഭാരം എടുക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? ഇന്ന് മൊത്തം പക്ഷികളാ മൊത്തം. ഭാരം എടുക്കാൻ ഏറ്റവും കൂടുതൽ ഭാരം എടുക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? നന്നായിട്ട് ചിന്തിച്ചു നോക്കൂ. നമുക്ക് വളരെ അടുത്തറിയാവുന്ന കുസൃതി നിറഞ്ഞതായിരിക്കും. പക്ഷിയാണ്. ക്ലൂ 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 പക്ഷി ചില വെച്ചിട്ടായിരിക്കും. പക്ഷികളുടെ ഇംഗ്ലീഷിലുള്ള പേര് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ വലിയ ക്ലൂ ഒന്നും എനിക്ക് തരാനില്ല. ഇംഗ്ലീഷാണ് പറഞ്ഞേക്കണം. പിടിക്കാൻ അല്ല, മാതൃഭാഷ. ഏറ്റവും കൂടുതൽ ഭാരം എടുക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? കമോൺ മഹേഷ്, Come on, come on. കമോണ്ടർ മഹേഷ്. തോറ്റു തോറ്റു. ചേട്ടൻ പറഞ്ഞു, ഏ, ചേട്ടൻ പറഞ്ഞു. എനിക്കറിയില്ല. സുരാജേട്ടൻ പറയണം. അയ്യോ പറഞ്ഞു എന്താ പക്ഷി? ഏറ്റവും കൂടുതൽ ഭാരം എടുക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? പറ്റത്തില്ല. കൊക്ക്. ഇംഗ്ലീഷ് ആണോ മലയാളം? കൊക്ക്. കൊക്ക് എങ്ങനെ ഭാരം എടുക്കണത്? കൊക്കിന്റെ ഇംഗ്ലീഷിലുള്ള പേര് ക്രെയിൻ എന്നാ. അടിച്ചു കൊല്ലടാ അവിടെ. എന്താ ദൈവം. ഇതാരാ ക്വസ്റ്റ്യൻ തന്നെ? ഇംഗ്ലീഷ് ഇതിന് പിന്നിൽ ആയതുകൊണ്ടാ ഞാൻ കുറച്ച് പറയാം. മലയാള മലയാളം ഹൃദയങ്ങളുണ്ട്. ഒരു തൂക്കുമരത്തിൽ ആളുകളെ പലവട്ടം തൂക്കിക്കൊല്ലാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതിനും എനിക്ക് തല്ല് കിട്ടുമെന്ന് തോന്നണം. ആ ഒരു കയറ് കഴിഞ്ഞിട്ട് പിന്നെ കെട്ടി വേറൊരു കയറ് കെട്ടി വേറൊരാളെ കയറ്റി സമയം എടുക്കുമല്ലോ. അല്ല, ഒരാളെ ഒരു പ്രാവശ്യം തൂക്കാൻ പറ്റുള്ളൂ. ആ തൂക്കൽ മഹേഷ് വിജയിച്ചു. അമേരിക്കയിലൊക്കെ പോയി പഠിച്ചിന്റെ ഗുണമായി. ലോകം മുഴുവൻ കണ്ട ഒരു ഇംഗ്ലീഷ് സിനിമാ താരം ആര്? ലോകം മുഴുവൻ കണ്ട ഒരു ഇംഗ്ലീഷ് സിനിമാ താരം ആര്? ആരും ട്രാവൽ ചെയ്ത നടൻ, ലോകം മുഴുവൻ കണ്ട ഇംഗ്ലീഷ് നടൻ. അച്ഛനാണ്. ഞാൻ ഇതേതോ ട്രാവൽ ചെയ്യുന്ന പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള പേരാണ്. കമാൻഡർ മഹേഷേ. ഇംഗ്ലീഷ്. അയാൾ അഭിനയിച്ച ഒരു സിനിമയുടെ പേര് പറയോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇതാരാ? തോറ്റു. സുരാജ് ചേട്ടന്. സുരാജേട്ടാ ഉത്തരം പറയാം. ലോകം മുഴുവൻ എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ലോകം മുഴുവൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല. പകുതി പോലും കാണാൻ സാധിച്ചിട്ടില്ല. ചോദ്യം തെറ്റാണ്. പകുതി ലോകം കണ്ട ഇംഗ്ലീഷ് താരം ആരാന്ന് ചോദിക്കണം. മുഴുവൻ കണ്ടിട്ടില്ലല്ലോ. മുഴുവൻ ചോദ്യം തെറ്റായിരുന്നു. അല്ല, കണ്ടില്ല എന്ന് പറയണം. ആരും കണ്ടിട്ടില്ല എന്ന് പറയണം. അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അത് ആദ്യം പറഞ്ഞല്ലോ. ഇല്ല, പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഇന്നത്തെ ചോദ്യങ്ങൾ കൈ കിട്ടിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ 4 പേരും കൂടി എന്നെ പഞ്ഞിക്കിടുന്നു. ഓക്കെ, താങ്ക് യു. മഹേഷിന്റെ പ്രതികാരം. മഹേഷിന്റെ പ്രതികാരം. ഇത് ആള് തേച്ചില്ലല്ലോ. ഇത് നിങ്ങൾ ഇനി എന്ത് പ്രതികാരം ചെയ്യാൻ? ഒരു ചെറുപ്പക്കാരനെ ആ മതിലിൽ ചേർത്ത് വെച്ച് കുറച്ചു പേര് ഇടിച്ചിട്ട് ഒരു മനുഷ്യൻ അവിടെ ചോദിക്കല്ലായിരുന്നു. അതെന്താ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നോ? അത് ശരി. അപ്പൊ ഞാൻ ഇടിയും കൊള്ളാം, ഞാൻ തന്നെ ചോദിക്കാം. കിട്ടിയത്. ആ പിന്നെ വേറെ ഒരു കളരി കുംഫു കരാട്ട ഇതെല്ലാം അറിയാന്നുള്ളത് കൊണ്ട് ഒരൊറ്റ അടി മിസ്സായില്ല. ആഹാ, എല്ലാം ഞാൻ തന്നെ മേടിച്ചു കിട്ടി. കംപ്ലീറ്റ് എനിക്ക് കിട്ടി. എനിക്ക് തന്നെ കിട്ടി. എടേ തന്നെ ഇപ്പൊ എനിക്കറിയാലോ, താ ഇവിടുത്തെ മെയിൻ തല്ലുളിയാണെന്ന് എനിക്കറിയാം. തന്നെയല്ലേ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് പോലീസ് പിടിച്ച് ഇടിച്ചത്? എന്നെ പോലീസ് ഇടിച്ചില്ല. ഞാൻ കണ്ടല്ലോ നിങ്ങളെ ഇടിക്കുന്നത്. എന്നെ പോലീസ് ഇടിച്ചില്ല. എന്റെ കൺമുമ്പിൽ ഇട്ടല്ലോ തരാ പട്ടിയെ തല്ലുന്ന പോലെ പോലീസ് കയറി ഇടിക്കുന്നത് ഞാൻ കണ്ടല്ലോ. എന്നെ ഇടിച്ച എസ് ഐ അല്ലേ, അന്നന് മാറിപ്പോയതല്ലേ. പക്ഷെ വേറെ കാര്യം, എന്നെ എത്ര എടുത്തിട്ട് സ്റ്റേഷനിൽ എത്തിയിട്ട് ഇടിച്ചിട്ടും ഒരൊറ്റ അക്ഷരം ഞാൻ മിണ്ടിയില്ല. എന്റെ അമ്മ, അത്രക്ക് ഇത്ര ഇടി ഇടിച്ചിട്ട് മിണ്ടിയില്ല. അപ്പൊ അത്രക്ക് ശാന്തശീലനാണോ അങ്ങ്? അതൊന്നുമല്ല, മുണ്ടെടുത്ത് വാക്കാത്ത കുത്തി കയറ്റിട്ട് ഇടിക്കുമ്പോ പിന്നെ എവിടെ നിന്നിട്ട് മിണ്ടാ. പഴന്തുണി കുത്തി കയറ്റിയേക്ക്. പ്രേമ സിനിമയില് കണക്ക് മാഷ്, ഡ്രില്ല് മാഷ്. ഡ്രില്ല് മാഷല്ല കണക്കാ. മഹേഷ്, മഹേഷ്
അദ്ദേഹത്തിനോട് കളിക്കണം സൂക്ഷിച്ചു വേണം. ഇവിടെ കൊടി കെട്ടിയ ഒരു വില്ലനെ അടിച്ചിട്ടിരിക്കുന്ന ആളാ. ഏത് കളർ കൊടിയേ? അതൊന്നും പറയണ്ട. ഞാൻ സുരേഷ്. പിന്നെ ഫോട്ടോഗ്രാഫർ ആണേ, ഞാൻ വീഡിയോഗ്രാഫറാ. അപ്പൊ ഈ നിങ്ങളുടെ സിനിമയുടെ മറ്റേ മഹേഷിന്റെ പ്രതികാരമില്ലേ, അതുപോലെ ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരു മഹേഷ് എന്റെ പുറകെ കിടക്കുന്നത്. ആണോ? എന്നിട്ട് അതാരാ? എന്റെ ഒരു കൂട്ടുകാരൻ, വേറൊന്നുമല്ല. അവന്റെ ഭാര്യ കുളിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ ക്യാമറ അവിടെ കൊണ്ട് ഓൺ ചെയ്തു. അങ്ങനെ അവൻ എന്റെ അടുത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടി കിടക്കാൻ. ഇതാണ് നിന്റെ വീഡിയോഗ്രാഫി? അപ്പൊ നീ കുളിക്കടവില് വൃത്തിയിട്ടവനെ, നീ മീൻ പിടിക്കാനെന്ന് പറഞ്ഞിട്ട് പോയിട്ട് സീൻ പിടുത്തോണല്ലേ പരിപാടി? പൊക്കോണ്ട. നിന്നെ ഇനി ആ മഹേഷിനെ പിടിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. ഒരിക്കലും വേണ്ട, ഒരിക്കലും മഹേഷിനെ കൊല്ലരുത്. നീ കത്തിയാഴെടു. പിടിച്ചു കൊടുക്കരുത്. ഇല്ല ഇല്ല ഇല്ല, കത്തിയാഴെടു, മര്യാദക്ക് ഇട്. ഒരിക്കലും അവനെ വെട്ടി കൊലപ്പെടുത്താൻ പോകരുത്. ആര് വെട്ടി കൊലപ്പെടുത്താൻ പോയി? എന്നെ വെട്ടാൻ വേണ്ടി വാളെടുത്തല്ലേ? അത് എന്നെ വെട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചു വെച്ചോണ്ടേ. അയ്യോ ശരി. ഇങ്ങനെ തലയ്ക്ക് സുഖമല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് വിടരുത് കേട്ടോ. ഒരുപാട് നല്ല വ്യത്യസ്ത സിനിമകൾ ഫഹദ് ഫാസിൽ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. 2 തവണ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. പറയൂ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യമാണ് ഇങ്ങനെ ഒരു ഷോയിൽ. അതിനൊരു കാരണമുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം. അതെല്ലാവരിലേക്കും എത്തണം എന്നെനിക്ക് സത്യസന്ധമായി ഒരു ആഗ്രഹമുണ്ട്. അതിന് ഈ ഷോ അല്ലെങ്കിൽ ഈ ചാനൽ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എന്നോട് പലരും പറഞ്ഞു. ഞാനും അത് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും ഇങ്ങനൊരു ഷോയിൽ എൻ്റെ സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സുഹൃത്തുക്കളായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. നമ്മളും ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എപ്പോഴാണ് ഫഹദ് ഫാസിൽ ഇവിടെ വരുന്നതെന്ന്. മറ്റൊരു ചാനലിലും കിട്ടാത്ത ഒരു ഭാഗ്യം നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിലെ കോമഡി സൂപ്പർ നൈറ്റ് കിട്ടിയിരിക്കുകയാണ്. അങ്ങേറ്റം അഭിനന്ദനങ്ങൾ. താങ്ക് യു ദിലീഷ് പോത്തൻ, സംവിധായകൻ. സൗബിനെ ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെ അങ്ങ് കത്തി കയറിക്കോ. നിങ്ങൾ ഈ തിയേറ്റർ സന്ദർശനം എല്ലാം ലൈവായിട്ട് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതിപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ അങ്ങനെ അതിലേക്ക് പോയത്? ഈ തിയേറ്റർ അത് നമ്മുടെ നിർമ്മാതാവ് ആഷിഖ് അബുവിന്റെ സജഷനാണ്. ഞങ്ങൾ തിയേറ്ററിൽ പോയിരുന്നു. തിയേറ്ററെല്ലാം സന്ദർശിക്കാൻ ഞങ്ങൾ തിയേറ്ററുകളിൽ പോയി. ഇനി എല്ലാ മാക്സിമം തിയേറ്ററുകൾ കവർ ചെയ്യാനുള്ള ശ്രമം. പോകാൻ പറ്റുന്ന അത്രയും തിയേറ്ററിൽ പോകും ഈ സിനിമ, അങ്ങനെ സിനിമയുടെ പ്രൊമോഷനുമായിട്ട്. അങ്ങനെ യാത്രകളിൽ നമ്മുടെ വിശേഷങ്ങൾ വെറുതെ പങ്കുവെക്കാനായിട്ട് ഞങ്ങൾ ലൈവായിട്ട് ഒരു ആഷിഖ് കാർ ഓടിക്കുന്നു, ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു, ദിലീഷ് പുറകിലിരിക്കുന്നു. അപ്പൊ ഞങ്ങളെ ലൈവായിട്ട് കാണാൻ പറ്റും ആൾക്കാർ. അവരുടെ ചാറ്റ് ഞങ്ങൾക്ക് വായിക്കാനും പറ്റും. അങ്ങനെ ചെറിയൊരു അതിന്റെ താഴെ ചാറ്റ് ചെയ്യാനും മറുപടി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും അതിന്റെ ബുദ്ധി ആഷിഖിന്റെയാണ്. അത് ഇത്രയും വാമ്പൻ, അതായത് വൈറലായി മാറിക്കഴിഞ്ഞു. ഫേസ്ബുക്കിൽ താങ്കളുടെ ഫോട്ടോ വെച്ചിട്ട് താഴെ ഒരു അടിക്കുറിപ്പ് എഴുതിയിരുന്നു. അപ്പൊ നിങ്ങളാണല്ലേ സംവിധായകൻ? ശരിക്കും സംവിധായകനാണോ? അല്ല, ആളുകൾക്ക് സംശയമുണ്ട്. ഞാൻ സോൾട്ട് ആൻഡ് പെപ്പറിൽ ചെറുതായിട്ട് സംവിധായകനായിട്ട് അഭിനയിച്ചിരുന്നുകൊണ്ട് അതുപോലത്തെ ഒരു ഊള സംവിധായകൻ തന്നെയാണോ എന്ന കാര്യം. ശരിക്കും സംവിധായകനാണല്ലേ? ഊള സംവിധായകനല്ല, ശരിക്കും സംവിധായകനാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലൂടെ. എന്തായാലും അത് തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല ഒരു സിനിമയാണ്. അതിന് ഈ ഒരു നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ചതിന് കോമഡി സൂപ്പർ നൈറ്റിന്റെ സ്പെഷ്യൽ അഭിനന്ദനം. താങ്ക് യു. Thank you, dear. ഓർമ്മയുണ്ടോ മുഖം? ആറാറ് സഹിതം ആൾക്കാർക്കറിയാം ആക്ഷൻ. ഈ സിനിമയിൽ അതൊന്നും പ്രേമരംഗങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ കൊച്ചിനെ പോലെ വേറെ ആരും ഇല്ലല്ലോ. പ്രചോദനെ നമ്മൾ നിർബന്ധിച്ചിട്ടാണല്ലോ പാടിയത്. പക്ഷെ ഇതിനൊരു 2 മണിക്കൂർ മുമ്പ് വന്ന് 15 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യുന്നതും ഇത് എഴുതി പോക്കറ്റിലിടുന്നതും ഞാൻ കണ്ടു. പാവപ്പെട്ട ആൾക്കാരുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എന്ത് കേസിന് പരിഹാരം ഉണ്ടാവും, എന്ത് കൊട്ടേഷൻ പണി നമ്മൾ. ഞാൻ ആക്ഷൻ ഹീറോ മന്മഥൻ എസ് ഐ. ആക്ഷൻ ഹീറോ മന്മഥനോ? അതാണല്ലോ ട്രെൻഡ്. അത് ശരി. നമ്മൾ കൈ ഉപയോഗിച്ചും എതിരാളി വെറും മൂക്ക് ഉപയോഗിച്ചും മത്സരിക്കുന്ന മത്സരം ഏതാണ്? അതാണ് പറഞ്ഞേക്ക് വെറുതെ അല്ലേ? ഉത്തരം പറയാൻ പറ്റില്ല അല്ലേ? നിനക്ക് ഇങ്ങനെ ആക്ഷൻ ചെയ്യാനും അറിയാമല്ലേ?
മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നതിന്റെ തിരക്കിനിടയിലും ഓരോരോ തിയേറ്റേഴ്സിൽ പോകുന്നു, പല പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇടയിലും കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ വന്ന് ഇത്രമാത്രം ഞങ്ങളെ ആസ്വദിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തതിന് ഈ ടീമിന് എല്ലാവരുടെയും ഒരു ആശംസ പറയുകയാണ്. വളരെയധികം നന്ദിയുണ്ട്. ശരിക്കും ഫഹദിനെ ഈ വേദി കൊതിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയാം. അതിന് കാരണമാക്കിയത് മഹേഷിന്റെ പ്രതികാരമാണ്. ഇനിയും ഒരുപാട് ഇതുപോലുള്ള വിജയ ചിത്രങ്ങളുടെ ഭാഗമാകാൻ അങ്ങക്ക് കഴിയട്ടെ. അതിൻ്റെ പ്രൊമോഷനുമായിട്ടും ഇതുപോലെ വരാനും നമുക്കിതുപോലെ നിൽക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. ഇതിലും കൂടുതൽ സന്തോഷത്തോടെ, ഇതിലും കൂടുതൽ ചിരിയോടെ വീണ്ടും നാളെ കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടും കൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.